അതെ അതെ, നമ്മള് എല്ലാവരും ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് വെറുതെ ഒരു ബാഗ് എടുത്തിട്ട് വെറുതെ പോവാന്ന്. പക്ഷെ അതിന് കുറേ തയ്യാറെടുപ്പുകളുണ്ട്. ട്രക്കിങ്ങിലേക്ക് എത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു പോകേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ, ഞാൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അത് തിരുവനന്തപുരത്ത് ബോണക്കാടാണ്. അഗസ്ത്യാകൂട് എന്ന് പറയും. അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലുതാണ്. പിന്നെ ഞാൻ കുമാരപർവ്വതം കർണാടകത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഉത്തരാഖണ്ഡിൽ കേദാർഖണ്ഡ് എന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടനിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരു ഭയം വരും, നമുക്കൊരു പേടി വരും. അപ്പൊ ആ ഭയത്തിലാണ് നമ്മൾ സ്റ്റക്കാവും. അയ്യോ ഇനി അങ്ങോട്ട് മുകളിലേക്ക് കയറിയ പോലെ കുഴപ്പം വരുമോ, അയ്യോ ഇനി വേറെ ലാൻഡ് സ്ലൈഡ് വരുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഇതൊന്നുമല്ല. നമ്മളത് അങ്ങനെ ചിന്തിക്കണ്ട. നമുക്ക് മാനസികമായിട്ട് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ കൂടെ ഞാൻ ഒരു ഇംഗ്ലണ്ടിൽ നിന്നുള്ള എൻ്റെ കൂടെ ഒരു ഞാൻ പോകുന്ന വഴി തന്നെ ഒരു അയാൾ ഞാൻ കണ്ടിട്ട് ഒരു 110-120 കിലോ ആളാണ്. ആള് സിമ്പിളായിട്ട് തന്നെ ട്രക്ക് ചെയ്ത് പോകുന്നു. നമ്മൾ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ട്രക്കുകൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൽ ഫോറസ്റ്റ് ട്രക്ക്, നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിൽ തന്നെ 19 ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. അത്യാവശ്യം മൗണ്ടൻ ട്രക്ക് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ബ്രീത്തിങ് ആണ് ശരിയാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നാട്ടിൽ കുറച്ച് ട്രക്കിങ്ങിന് ഫോറസ്റ്റ് ട്രക്കിങ് നമ്മൾ ചെയ്യും. അതായത് നമ്മുടെ ബ്രീത്തിങ് കാര്യങ്ങൾ പക്കയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എക്സസൈസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, റണ്ണിങ്, ജോഗിങ്, സൈക്ലിങ്, അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ ജൂഡോ, യോഗ, ജിമ്മ്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം സൈക്ലിംഗ് ചെയ്തോളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല സ്നോഫോളോ ലാൻഡ് സ്ലൈഡോ വന്ന് നമുക്ക് വഴിതെറ്റും. നമ്മളവിടെ പെട്ടുപോകും. നമ്മുടെ വെള്ളം മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേൽ സംഭവിക്കാം. ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ കിഡ്നി ഡിസീസുകൾ, ഇവർക്കൊന്നും റെക്കമെൻഡബിൾ അല്ല ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ അവിടെ പ്രധാനപ്പെട്ട നമുക്ക് ട്രക്കിംഗ് ഇൻഷുറൻസ് എന്ന് പറയും. ഇപ്പോഴത്തെ നമ്മുടെ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ആ ഇൻഷുറൻസ് എടുക്കാറില്ല. ഇൻഷുറൻസിന്റെ വളരെ പ്രാധാന്യം ട്രക്കിംഗ് നമ്മൾ ഇന്ത്യയിൽ ചെയ്താലും ഇന്ത്യക്ക് വെളിയിൽ ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ടാൻസാനിയയിൽ പോയി ചെയ്തു, നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കും. സപ്പോസ് ഇപ്പൊ ഞാൻ ട്രക്ക് ചെയ്യാം, ഞാൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി ചിലപ്പോൾ ബോഡി വീട്ടിലെത്തിക്കും, നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഹലോ എവരിവൺ, മൈ ചോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സവിശേഷതകളുള്ള ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 7 വൻ പർവ്വതങ്ങൾ അതിലെ ഒന്നായിട്ടുള്ള കിളിമഞ്ചാരോ കീഴടക്കിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ജോബി ചേട്ടാ, വെൽക്കം ടു സ്റ്റോറി ഷോ. താങ്ക് യു. ജോബിൻ ചേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജോബിൻ ചേട്ടൻ ചെറിയ കാര്യങ്ങളൊന്നല്ല പോയി തലയിട്ടിട്ടുള്ളത്. അതായത് ജോബിൻ ചേട്ടൻ ഇങ്ങനെ പടർന്ന് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വള്ളിച്ചെടി പോലെ അങ്ങോട്ട് പടരുകയാണ് കിടന്നിട്ട്. അതായത് ഇപ്പോ ജോബിൻ ചേട്ടൻ തുടങ്ങുന്നത് ഒരു സാധാ ഒരു ഫുഡ് വ്ലോഗ്, അതായത് ഒരു നറുനീണ്ടി സർബത്തൊക്കെ കുടിച്ചിട്ടാണ് ജോബിൻ ചേട്ടൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ജോബിൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇന്റീരിയർ വർക്ക്സ് കാണിച്ചു തുടങ്ങി, അതുപോലെ കർഷകരെ കാണിച്ചു തുടങ്ങി. അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പെട്ടെന്ന് ഈ മൗണ്ടനറിങ് സ്കിപ്പായി? അതിന്റെ ഒരു റീസൺ എന്താണ്? നമ്മുടെ നാട്ടില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞ മേഖലയ്ക്ക് നമ്മുടെ നാട്ടില് പ്രാധാന്യം കുറവാണ്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കുറെ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കല്യാണം, വീട്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, നമുക്ക് അതൊക്കെ പെട്ടെന്ന് നമുക്ക് തന്നെ ജീവിതത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടി അതൊക്കെ സമ്പാദിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു 15 വർഷം, അത്യാവശ്യം നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടി, നല്ലൊരു ജോലി കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നാളെ എൻ്റെ മക്കളോട് പറയുമ്പോൾ നമുക്കൊരു അച്ചീവ്മെന്റ്സ്, അംഗീകാരങ്ങൾ വേണമെന്ന് തോന്നി. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഞാൻ ആ സമയത്ത് ഗൂഗിളിലും അല്ലെങ്കിൽ മൊത്തം ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ട്രക്കിംഗ് ആണ്. അപ്പോ അതുകൊണ്ടാണ് ട്രക്കിങ്ങിലേക്ക് വന്നത്. അതെ. അപ്പോ അതിന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള ചാനൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതെ, ഒരു യൂട്യൂബർ എന്ന നിലയിൽ ചെറിയ വീഡിയോകളൊക്കെ ചെയ്തു പോയിരുന്നു. ട്രക്കിങ്ങിലേക്ക് വന്ന സമയത്ത്, അതായത് ഇപ്പൊ മൗണ്ടനറിങ് കാര്യത്തിലേക്ക് വന്ന സമയത്ത് മൗണ്ട് എവറസ്റ്റും അതുപോലെ തന്നെ കിളിമഞ്ചാരോ ഒക്കെ കയറുന്നതിനെക്കാട്ട് മുമ്പ് എവിടെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്? അത് പറയുകയാണെങ്കിൽ അത് ഒരു തമാശയാണ്. ഞാൻ മൂന്നാറില് മീശപ്പുലിമലയില് ഫോറസ്റ്റിന്റെ തന്നെ ഒരു സെമിനാർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ സുഹൃത്തിന്റെ കൂടെ പോയതാണ്. അപ്പൊ ഈ മീശപ്പുലിമല എന്ന് പറഞ്ഞ മല, ഞാൻ ദുൽഖർ സൽമാന്റെ പടത്തില് ദുൽഖർ ചാർലിയിൽ പറയണ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സൗന്ദര്യം എന്താണെന്ന് ഇതല്ലേ, അവിടേക്ക് ഞാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ഇതുപോലെ പല ട്രക്കിംഗ് സ്പോട്ടും ഉണ്ടെന്നും. മീശപ്പുലിമല ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് അത്ഭുതമായിരുന്നു, സ്വർഗം പോലെയാ. അതിന്റെ അവിടെ അവസാനം അത്ര ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സെമിനാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ട്രക്കിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ അവിടുന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകം നമുക്ക് തുറന്നു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്ര അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അതെ അതെ, നമ്മള് എല്ലാവരും ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് വെറുതെ ഒരു ബാഗ് എടുത്തിട്ട് വെറുതെ പോവാന്നാ. പക്ഷെ അതിന് കുറേ
തയ്യാറെടുപ്പുകളുണ്ട്. ട്രക്കിങ്ങിലേക്ക് എത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു പോകേണ്ട ഒരു സംഗതിയാണ്. ചേട്ടൻ ഈ മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കിളിമഞ്ചാരോ ഇതല്ലാണ്ട് ചേട്ടനുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? അതായത് ചേട്ടൻ കയറിയിട്ടുള്ള ഹയസ്റ്റ് പീക്കുകൾ വേറെ എന്തൊക്കെയാണ്? നമ്മൾ കേരളത്തിലാണെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അത്. തിരുവനന്തപുരത്ത് ബോണക്കാടാണ്, അഗസ്ത്യാകൂട് എന്ന് പറയും. അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലുതാണ്. പിന്നെ ഞാൻ കുമാരപർവ്വതം കർണാടകത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഉത്തരാഖണ്ഡിൽ കേദാർഖണ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ട്രക്കിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമൽ ഞാൻ എന്താണ് ട്രക്കിംഗ്, അതിന്റെ സവിശേഷതകൾ എന്താണ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഞാൻ ഡയറക്റ്റ് നേപ്പാളിലേക്കോ കിളിമഞ്ചാരോയിലേക്കോ പോയില്ല. അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബേസ് ലെവലിൽ ഞാൻ ട്രക്ക് ചെയ്ത് പോയി. അപ്പോൾ ചേട്ടൻ ഇതിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്തോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഞാൻ ഈ ട്രക്ക് നമ്മൾ കിളിമഞ്ചാരൊക്കെ എടുത്തപ്പോഴാണ് കുറച്ച് കഠിനമായിട്ട്. അന്നൊക്കെ ഞാൻ അത്യാവശ്യം ജിമ്മിനും നമ്മൾ ഓട്ടം അത്യാവശ്യം ചെയ്തിരുന്നു. പിന്നെ യോഗ ചെയ്തിരുന്നു. അതായത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാം ചേട്ടൻ നിലനിർത്തിയ ചെറിയ നമ്മൾ സാധാരണ ലെവലില്. പിന്നെ ആദ്യം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കുറെ തടിയുള്ള ആള്, കുറെ വണ്ണുള്ള ആൾക്ക് അങ്ങനെയൊന്നുമില്ല. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ സ്ട്രെങ്ത് പരിപാടിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടനിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരു ഭയം വരും, നമുക്കൊരു പേടി വരും. അപ്പൊ ആ ഭയത്തിലാണ് നമ്മൾ സ്റ്റക്ക് ആവും. അയ്യോ ഇനി അങ്ങോട്ട് മുകളിൽ കയറിയ പോലെ കുഴപ്പം വരുമോ, അയ്യോ ഇനി വേറെ ലാൻഡ് സ്ലൈഡ് വരുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഇതൊന്നുമല്ല. നമ്മളത് അങ്ങനെ ചിന്തിക്കണ്ട. നമുക്ക് മാനസികമായിട്ട് ബലം ഉണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ കൂടെ ഞാൻ ഒരു ഇംഗ്ലണ്ടിൽ നിന്നുള്ള എന്റെ കൂടെ ഒരു ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഒരു അയാള് ഞാൻ കണ്ടിട്ട് പേര് 110-120 കിലോ ഉള്ള ആളാണ്. ആള് സിമ്പിൾ ആയിട്ടാണ് ട്രക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ ഞാനോട് സംസാരിച്ചപ്പോൾ അയാള് ഫുള്ള് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഫുള്ള് ഈ മൗണ്ടന്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ അയാളെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ എന്നേറ്റവും വണ്ണം കൂടിയ ആളാ. എന്നേറ്റവും വണ്ണം എന്ന് പറയുമ്പോൾ അപ്പൊ അയാള് ഇത്രയും ടഫായിട്ടുള്ള ബേസ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ സാധാ നമ്മുടെ പോലത്തെ സാധാ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ദുഷ്കരാണ്. എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 4000 മീറ്റർ ഒക്കെ ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ വിഷയം. അപ്പൊ എന്നെ പോലെ തടിയുള്ളവർക്കും ഇത് ചെയ്യാം. അതെ. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കിളിമഞ്ചാരോ എന്ന പോലുള്ള സ്ഥലങ്ങൾ ഒരു സാധാരണക്കാരന് വളരെ എന്താ പറയാ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ആള് ചെയ്യണം? ആരെയൊക്കെ അറിയിക്കണം? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് പോലെ ചെയ്ത് എങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും? മൊത്തത്തിൽ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എങ്ങനെ വരും? ഓക്കെ, അതിന് നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ട്രക്കുകൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ കേരളത്തിൽ ഫോറസ്റ്റ് ട്രക്ക്, നമ്മുടെ കേരള ഗവൺമെന്റ് അണ്ടറിൽ തന്നെ 19 ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. അത്യാവശ്യം മൗണ്ടൻ ട്രക്ക് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ബ്രീത്തിങ് ആണ് ശരിയാക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നാട്ടിൽ കുറച്ച് ട്രക്കിങ്ങിന്, ഫോറസ്റ്റ് ട്രക്കിങ്ങിന് നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ബ്രീത്തിങ് കാര്യങ്ങൾ നമ്മൾ പക്കയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എക്സസൈസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇപ്പൊ റണ്ണിങ്, ജോഗിങ്, സൈക്ലിങ്, അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ ജൂഡോ, യോഗ, ജിമ്മ്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം. സൈക്ലിംഗ് ആണ് സൈക്ലിംഗ് ചെയ്തോളൂ. നിങ്ങൾക്ക് റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ്, ജോഗിങ് ആണെങ്കിൽ ജോഗിങ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ ബോഡിക്ക്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടാൻ ഇഷ്ടമായിരിക്കും, വേറെ ആൾക്ക് ഓടാനായിരിക്കും ഇഷ്ടം. അപ്പൊ പലതരത്തിലാണ് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതിനോട് തന്നെ ഫുഡ് ഡയറ്റ് എടുക്കണം. ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ട്രക്കിങ്ങിന് പോകാന്ന് പറയുമ്പോൾ കണ്ടമാനം നമ്മൾ ഭക്ഷണമൊക്കെ ഇപ്പൊ നമ്മൾ ട്രക്കിംഗ് ചെയ്യാതിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ട്രക്കിങ്ങിന് പോണേറ്റ് മുന്നേ നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം മുന്നേ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കണം. നമ്മൾ കറക്റ്റ് ഒരു ഡയറ്റ് പ്ലാനിൽ വേണം പോകാൻ. നമ്മൾ വലിച്ചു വാരി ഇപ്പൊ നമ്മൾ കുറെ ഭക്ഷണം കൺസ്യൂം ചെയ്യരുത്. പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇത് ഒഴിവാക്കണം. നമ്മൾ ഈ ആൽക്കഹോൾ ഇവർക്കൊക്കെ എവിടെ പ്രശ്നം വെച്ചാൽ നമ്മൾ അമിതമായിട്ട് മദ്യപാനവും അമിതമായിട്ടുള്ള പുകവലിയുള്ളവർക്കൊന്നും നമുക്ക് ട്രക്കിങ്ങില് മൗണ്ടനില് അവർ ആപ്റ്റ് ആവില്ല, പറ്റില്ല. അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരും, പിന്നെ ഈ അസുഖങ്ങളൊക്കെ വരും, പെട്ടെന്ന് സിക്കാവും അവര്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആദ്യം നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബേസ് ലെവൽ ട്രക്കിങ്ങുകൾ നോക്കണം. അത് നമ്മളൊരു എക്സ്പീരിയൻസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേപ്പാളിൽ നമുക്ക് നേരിട്ടൊരു കമ്പനി കണ്ടുപിടിച്ച് നമുക്ക് ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് പോവാം. ഇപ്പൊ പല ആൾക്കാരും ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകാന്ന് പറയുമ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ജോബിൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ടീമായിട്ട് കയറണാണോ നല്ലത്, അതോ ഒറ്റയ്ക്ക് പടവെട്ടി കയറണാണോ നല്ലത്? അത് 2 ആൻസർ ആണ് എനിക്ക്. ഒറ്റയ്ക്ക് പോവാണെങ്കിൽ നമുക്ക് പോകാന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പോകാന്ന് വെച്ചാൽ നമ്മൾ കമ്പനി എടുക്കാതെ, ഗൈഡ് എടുക്കാതെ, കമ്പനി എടുക്കാണ്ട് പോകുമ്പോൾ ഫ്ലൈറ്റോ നമ്മളൊന്നും എല്ലാം നടക്കാണെന്ന് വിചാരിക്കും. നമ്മൾ അതിനുവേണ്ടി ഫുൾ എഫേർട്ട് ഇട്ടാൽ നമുക്ക് വലിയൊരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇതിന്റെ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഇതിന്റെ ഒരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് നമുക്ക് പകുതിയാക്കി മാറ്റാം. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ കമ്പനി എടുത്തു പോയി എന്ന് വിചാരിക്കും. കമ്പനി എടുത്തു പോയാൽ ആ കമ്പനിയുടെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും, അവരുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഡിസെൻഡ് ചെയ്യിപ്പിക്കും, നമ്മൾ തിരിച്ച്. അപ്പൊ നമുക്ക് 5364 മീറ്റർ എത്തണമെങ്കിൽ നമുക്ക് 3000 എത്തിയിട്ട് എനിക്ക് ഒരു ബ്രീത്തിങ് പ്രോബ്ലം വന്നു, അവർ നമ്മൾ ഡിസെൻഡ് ചെയ്യും.
അതായത് അവര് നമ്മുടെ എല്ലാ സേഫ്റ്റിയും ഇൻഷുർ ചെയ്യും. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല സ്നോഫോളോ ലാൻഡ് സ്ലൈഡോ വന്ന് നമുക്ക് വഴി തെറ്റും, നമ്മളവിടെ പെട്ടുപോകും. നമ്മുടെ വെള്ളം മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേൽ സംഭവിക്കാം. ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കിഡ്നി ഡിസീസുകൾ, ഇവർക്കൊന്നും റെക്കമെൻഡബിൾ അല്ല ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞ സാധനം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് മരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഹെൽത്ത് സപ്പോർട്ട് ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഈ നാവിഗേഷൻ ഇപ്പൊ ഇത്രയും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആണല്ലോ അവിടെ. അതെ. അപ്പൊ ഇങ്ങനെ നമ്മൾ നാവിഗേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസൺ വൈസ് ആണ്. ഇപ്പൊ ഞാൻ പോയത് ഏപ്രിൽ മെയിലാണ്. നമുക്ക് ഒരു വർഷത്തില് 3 മാസം ഇടവിട്ട് അവിടെ സീസൺ ഉണ്ട്. ആ സീസണിൽ മഞ്ഞ് താല്പര്യമുള്ള സമയത്താണെങ്കിൽ മഞ്ഞിന്റെ സമയത്ത് പോവാം. നിങ്ങൾക്ക് വിന്റർ ആണെങ്കിൽ വിന്റർ, സമ്മർ ആണെങ്കിൽ സമ്മർ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് അതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നേപ്പാളിലെ എല്ലാ കാലാവസ്ഥയും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏത് സീസണിൽ, ഞാൻ പോയത് സമ്മർ സീസണിലാണ്. അപ്പോൾ ആ സമയത്ത് ഐസ് കുറവാണ്, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് മഞ്ഞാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞിൽ പോവാം, മഞ്ഞ് സീസൺ. അപ്പൊ സീസൺ വൈസ് ആണ്. പിന്നെ അവിടെ പ്രധാനപ്പെട്ട നമുക്ക് ട്രക്കിംഗ് ഇൻഷുറൻസ് എന്ന് പറയും. ഇപ്പത്തെ നമ്മുടെ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ആ ഇൻഷുറൻസ് എടുക്കാറില്ല. ഇൻഷുറൻസിന്റെ വളരെ പ്രാധാന്യം. ട്രക്കിംഗ് നമ്മൾ ഇന്ത്യയിൽ ചെയ്താലും ഇന്ത്യക്ക് വെളിയിൽ ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ടാൻസാനിയയിൽ പോയി ചെയ്തു, നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കും. സപ്പോസ് ഇപ്പൊ ഞാൻ ട്രക്ക് ചെയ്യാണ്, ഞാൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കമ്പനി ചിലപ്പോൾ ബോഡി വീട്ടിലെത്തിക്കും, നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് സാധാ ഒരു ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നമുക്കിപ്പോ ഡെത്ത് ആണെങ്കിൽ നമുക്ക് $50,000 വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. $50,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 30, 40, 20 ലക്ഷത്തോളം ആ റേഞ്ചിൽ വരും. അപ്പൊ നമ്മൾ എപ്പോഴും ട്രക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇൻഷുറൻസ് എടുക്കണം. നിങ്ങൾ പ്രധാനമായിട്ട് ഇൻഷുറൻസ് എടുക്കാതെ നമ്മൾ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും. കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ട് മരണപ്പെടുന്നുണ്ട്. അതെ, അതിനെപ്പറ്റി ജോബിൻ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അല്ല, അവരെന്താന്ന് പറയാ, അവര് സ്റ്റഡി ചെയ്യുന്നില്ല. അവര് വീട്ടിൽ നിന്ന് ഒരു ബാഗ് എടുക്കുക, വീട്ടുകാരോട് പറയാതെ, ആരോട് ഇൻഫോം ചെയ്യാതെ, ഞങ്ങൾ എന്തോ അവിടെ ചെന്ന് മഹത്തരമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്തൊന്ന് കാണിക്കും. അവിടെ ഒന്നും ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലുത് ഞാൻ വലുത് അങ്ങനെയൊന്നുമല്ല. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ അച്ചീവ്മെന്റ്സാ, നമ്മുടേതായ തന്നെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാ. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പരിപാടി ഇല്ലത്. ഇത് നിങ്ങൾക്കും ചെയ്യാം, എനിക്കും ചെയ്യാം. പിന്നെന്താ അവിടെ നമ്മൾ പൊങ്ങച്ചം കാണിക്കാനോ, ഞാൻ ആദ്യം എത്തി നിങ്ങൾ എത്തി, അങ്ങനെയൊന്നുമില്ല. അവിടെ ആർക്കും എത്താം, നിങ്ങൾക്ക് എത്താം, അല്ലെങ്കിൽ വേറെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എത്താം. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരെ പ്രശ്നം, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ പ്രശ്നം, അവര് ഒരു തയ്യാറെടുപ്പ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാതെ, അവിടുത്തെ വെതർ അറിയാതെ, അവിടുത്തെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കാതെ, ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് നേരിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ഇവിടുന്ന് ഈ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഗോരഖ്പൂർക്ക് ടിക്കറ്റ് എടുക്കും, ട്രെയിൻ എടുത്തു, അവിടുന്ന് ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് സൊണാലി ബോർഡർ, അവിടുന്ന് ഒരു ടാക്സി എടുത്ത് നേരിട്ട് മറ്റേ നമ്മള് ഇവിടെ തമിഴ് മാർക്കറ്റിൽ എത്തുന്നു. അവിടുന്ന് ബാഗ് എടുത്തിട്ട് ഒറ്റ പോക്കണം വരും. ഈ പോകുന്ന വഴിയിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് വരാം, നമുക്ക് സ്നോഫോൾ ഇഷ്യൂസ് വരാം, ബ്രീത്തിങ് ഇഷ്യൂ വന്ന ഈ പോകുന്ന ട്രക്കിംഗ് റൂട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ക്ലിനിക്കോ ഹെൽത്ത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് എത്രത്തോളം സത്യം അറിയില്ല. അതായത് ചെറിയൊരു ഫ്രീക്വൻസിയുടെ വ്യത്യാസം വന്നാൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐസും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് ഒരു ബോൾ പോലെ വന്ന് പർവ്വതങ്ങളിൽ അടിച്ച് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ജോബിൻ ചേട്ടന് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥകൾ എന്തൊക്കെയാണ് ഈ ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത്? അവിടെ നമുക്ക് ഏറ്റവും എനിക്കൊക്കെ സമയത്ത് ഞാൻ ഔട്ട്സൈഡ് ട്രക്കിംഗ്, നമ്മൾ ഇന്ത്യയിലും നാട്ടിൽ ട്രക്ക് ചെയ്യുന്ന പോലെയല്ല നമ്മൾ നേപ്പാളിലോ ടാൻസാനിയയിലോ ചെയ്ത്, നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എനിക്ക് ഇഷ്യൂ വന്നത്, എനിക്ക് ആകെ ബോഡി ടയർഡാണ് കൂടുതൽ വന്നത്. ബോഡി ടയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സിക്നെസ് വരും, നമുക്ക് എന്താ പറയാ, നമുക്ക് തല ചുറ്റണ പോലെ തോന്നും, നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരും. ഇപ്പൊ എന്റെ കൂടെ വന്ന ഒരാൾക്ക് സിവിയർ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് പോലത്തെ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ അവരുടെ ഹെൽത്ത് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകും. നമ്മുടെ ഒപ്പം അപ്പൊ ഒരു ടീം ഉണ്ടാവും ഇതൊക്കെ എൻഷുർ ചെയ്യാനായിട്ട്? ഇല്ല, നമ്മൾ ടീം ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കൂടെ അവര് നമുക്ക് തരുന്ന ഓക്സിജൻ സിലിണ്ടറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് തന്നാൽ കൂടി നമ്മൾ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് 50-50 ആണ്. ചിലപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നത് അവിടെ തന്നെ ലോക്കൽ ആയിട്ടുള്ള നേപ്പാളികളാണ്. അവര് വളരെ എഡ്യൂക്കേറ്റഡ് അല്ല, അവരെ കമ്പനി കൊടുക്കുന്ന ട്രെയിനിങ് വഴിയാണ് അവർ വരുന്നത്. അവർക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഓക്സിജനും കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ചില കമ്പനികൾ ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാം നമ്മളൊരു പറ്റില്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യിക്കണം അവർ. ഇപ്പൊ നമ്മൾ 3000-ൽ നമുക്ക് പറ്റില്ല, ഇപ്പൊ തന്നെ നമ്മൾ ഡിസെൻഡ് ചെയ്യിപ്പിക്കും. അല്ലാതെ പ്രത്യേകിച്ച് വേറെ അവരില് എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കാറ്? അതായത് ഇപ്പോൾ നമുക്ക് വളരെ സേഫ് ആയിട്ട് പോയി വരണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ മൗണ്ടനിയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്, അതായത് ഇപ്പൊ നമുക്ക് മഞ്ഞുള്ള സ്ഥലത്താണെങ്കിലും മഞ്ഞില്ലാത്ത സ്ഥലത്താണെങ്കിലും നമുക്ക് എങ്ങനെ അത് കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് ചെയ്തു വരാൻ പറ്റുന്ന
എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് എനിക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് എനിക്കറിയില്ല. അതായത് നമുക്ക് ഈ മഞ്ഞുമലകളൊക്കെ കയറുന്ന സമയത്ത് ഏകദേശം 1 ടൺ ഭാരം വരെ എടുക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് അടക്കം ഉണ്ട്. എന്നാൽ അതിനധികം വെയിറ്റ് ലെസ്സും ആണ്. കാർബറേറ്ററോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കാറ് മെയിൻലി? ഇത് നല്ലൊരു റിലവന്റ് ആയിട്ട് ചോദ്യം. നമ്മുടെ ഈ പുതിയ വരുന്ന ട്രക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും മേടിക്കാതെ ബ്ലൈൻഡ് ആയിട്ട് വെറുതെ ഒരു ബാഗും മേടിച്ച് പോവാണ്. മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം വേണ്ട ട്രക്കിംഗ് ഷൂ ആണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇപ്പൊ 2 കമ്പനികളുണ്ട് നമുക്ക്, ഡെക്കാത്തലോ ഉണ്ട്, കൊളംബിയ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന കമ്പനികൾ. നമ്മൾ നല്ലൊരു ട്രക്കിംഗ് ഷൂ മേടിക്കണം. ആ ട്രക്കിംഗ് ഷൂവിന്റെ പ്രത്യേകത പറഞ്ഞാൽ 24 hours അല്ലെങ്കിൽ 12 to 24 മണിക്കൂർ നമുക്ക് അത് വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഷൂ ഏത് ടെറൈനിലും നമുക്ക് നടക്കുമ്പോൾ ലെഗിന് പ്രൊട്ടക്ഷൻ, ലെഗും നമ്മുടെ നീന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന നല്ലൊരു ഷൂ മേടിക്കണം ആദ്യം. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ജാക്കറ്റ്, അത് -10 or -20 ഉള്ള നല്ലൊരു ജാക്കറ്റ് മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തെർമൽസ് മേടിക്കണം. അതുപോലെ ഫ്ലീസ് ഉണ്ട്. പിന്നെ നമുക്ക് പോളിറൈസ്ഡ് ഗ്ലാസ്. പിന്നെ നമുക്ക് സാധാ ഒരു പോഞ്ച പോലത്തെ നമുക്ക് ഒരു റെയിൻ കോട്ട് എന്ന് പറയും, അത് വേണം. പിന്നെ നമുക്ക് 60 ലിറ്ററോ 75 ലിറ്ററോ ഉള്ള ഒരു ഞാൻ വൈൽഡ് ക്രാഫ്റ്റിന്റെ ബാഗാണ്, നമുക്ക് വലിയൊരു ബാഗ് വേണം. ബാഗ് എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ബാഗാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ എല്ലാ സാധനവും നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്ലൗസ് 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് -10 ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഉണ്ട്, പിന്നെ നോർമൽ ഗ്ലൗസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട കൂടുതലായിട്ട് ഞാൻ മറ്റേ ഈ ചോക്ലേറ്റ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ കരുതിയിരുന്നത്, കൊണ്ടുവച്ചിരുന്നത്. അതായത് ഇപ്പോ ഈ നമ്മൾ ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യും. അതായത് ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ വെതർ കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര മോശമാണ്. അതെ. അപ്പൊ ആ സമയത്ത് നമ്മളിത് നമ്മുടെ ബേസിൽ സ്റ്റോർ ചെയ്തിട്ട് പോവാണോ ചെയ്യണത്? അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതൊക്കെ വെക്കുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് വന്നാണെങ്കിലും കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, അത് എവിടെയായിരിക്കും? അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്മുടെ മെയിൻ ബാഗേജ്, ഫസ്റ്റ് ബാഗേജ് നമുക്കൊരു 15 കിലോ വരും. ആ ബാഗ് നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് ആയിരിക്കും നമുക്കത് ക്യാരി ചെയ്യാം. നമ്മൾ ക്യാരി ചെയ്യുന്നത് 5 kg ബാഗാണ്. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, വാട്ടർ ബോട്ടിൽ. അത് ഞാൻ ഹോട്ട് വാട്ടർ ആണ് കൂടുതൽ കുടിച്ചത്. നമുക്ക് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലങ്സ് ക്ലിയർ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് കഫക്കെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാ, കയറാൻ പറ്റില്ല, ബ്രീത്തിങ്ങിനെ ബാധിക്കും. ലങ്സ് ആണ് പ്രധാനം. നമ്മുടെ ലെഗ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലങ്സും ലെഗും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങളുടെ ലങ്സ് പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ ലെഗ് സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളുടെ കാഫ് മസിൽ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട് കാഫ് സ്ട്രെങ്ത് ആണെങ്കിൽ ഹാർട്ട് സ്ട്രെങ്ത് ആണെന്ന് പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പല ഡോക്ടേഴ്സും പറയും. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാഫിലത്തെ ഞരമ്പാണ് ഡയറക്റ്റ് ഹാർട്ടായിട്ട് കണക്ട് ആയിട്ടുള്ളത്. അപ്പൊ അത് സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മുടെ ഹാർട്ടിന് സ്ട്രെങ്ത് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മൗണ്ടനറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് ഇപ്പൊ ജോബി ചേട്ടൻ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ? അല്ല, ഞാൻ പൊതുവെ ഞാനിപ്പോ അടുത്ത രണ്ട് പ്രൊജക്ടുകൾ ഉണ്ട്. ഒന്ന് ഓസ്ട്രേലിയയിലാണ്, കൊസോവിയോസോ എന്ന് പറഞ്ഞൊരു ട്രക്കിംഗ് ആണ്. അത് ഇതാണ് നമ്മള് എന്താ പറയാ സബ്മിറ്റ് ട്രക്ക് തന്നെയാണ്. അതുപോലെ തന്നെ റഷ്യയിലെ മൗണ്ട് എൽബ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രക്കിംഗ് ആണ്. എനിക്ക് അതിന്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, ഞാനത് പഠിക്കണുള്ളൂട്ടാ. കൃത്യമായിട്ട് അതിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആണ്, പിന്നെ സമയം കൂടുതലെടുക്കും, റിസ്ക് ഉണ്ട്. ഞാനത് പെൻഡിങ് വെച്ചേക്കാണ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിലത്തെ കുറച്ച് ട്രക്കിങ്ങുകൾ കൂടുതൽ ചെയ്യാന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ട്രക്കിങ്ങും നമ്മുടെ കേരളത്തിൽ നിരവധി ട്രക്കിംഗ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കർണാടക, ഈ കേരളത്തിലായിട്ട് നിരവധി ഹൺഡ്രഡ്സ് ഓഫ് ട്രക്കിംഗ് ഉണ്ട്. ഞാൻ അത് ആസ്വദിക്കാനാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കാശ്മീർ ലേക്സ്, കാശ്മീർ ഗ്രേറ്റ് ലേക്സ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനത്തെ ചെറിയ ട്രക്കിങ്ങുകൾ ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ ബ്യൂട്ടി അറിയാനും നമുക്ക് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ ബോഡി ഒന്ന്. പിന്നെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ആണ് പ്രധാനം. നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിനെ അത് ബാധിക്കും. ഇപ്പോ മൗണ്ട് എവറസ്റ്റ് എത്ര ദൂരം വരെയാണ് പോയിട്ടുള്ളത്? ഇപ്പോ നമ്മൾ ബേസ് ക്യാമ്പാണ് പോയിരുന്നത്. നമ്മുടെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8848 മീറ്റർ ആണ്. അതിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 40 to അല്ലെങ്കിൽ 30 to 50 ലക്ഷത്തിന്റെ ചെലവുണ്ട്. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പൈസക്ക് പോയി വരാം. സാധാരണ ഒരു 50,000 ആ റേഞ്ചിലൊക്കെ പോയി വരാം, ഒരു നോർമൽ പൈസയിൽ പോയി. മറ്റേന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ്. അപ്പൊ ഞാൻ പോയത് ബേസ് ക്യാമ്പാണ്. അത് 5364 മീറ്റർ ആണ്, 140 കിലോമീറ്റർ ലുക്ല ടു ബേസ് ക്യാമ്പ്. പിന്നെ അത് കഴിഞ്ഞ് പോകണമെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ക്യാമ്പ് 1, 2, 3, 4 ആണ്. അത് നമ്മൾ എവറസ്റ്റ് എടുക്കണം, അത് സബ്മിറ്റ് ആണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 7 സബ്മിറ്റ് പോലെ സബ്മിറ്റ് ട്രക്ക് എടുക്കണം. അത് നമ്മൾ നേപ്പാൾ ഗവൺമെന്റിലേക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ആ എവറസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് AMC എടുക്കണം,
അഡ്വാൻസ്ഡ് മൗണ്ടനിങ് കോഴ്സ് എടുക്കണം, അതുപോലെ BMC എന്ന് പറയും, ബേസിക് മൗണ്ടനിങ് കോഴ്സ്. ഈ 2 കോഴ്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോയിട്ട് ആ സർട്ടിഫിക്കേഷൻ ഉള്ളെങ്കിൽ മാത്രമാണ് നമുക്ക് എവറസ്റ്റിനെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ജോബിൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തില്ല. ചെയ്യാന്ന് വെച്ചാൽ 28 ദിവസം നമ്മൾ അതിന് വേണ്ടി നിൽക്കണം. നമ്മൾ ഇവിടുന്നാണ് ജോബിൻ ചേട്ടൻ ബേസിൽ നിർത്തിയത്. എന്താ കാരണം വെച്ചാൽ നമ്മൾ അതിന് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ 28 ദിവസം അതിന് മാറ്റി വെക്കണം. അവിടെ അറിയാലോ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ദിവസം നമ്മൾ അവിടെ നിൽക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 ദിവസം ട്രക്കിംഗ്, 10 ദിവസം ട്രക്കിംഗ് നമ്മൾ തിരിച്ച് വീട്ടിൽ. ഇപ്പൊ ഇതിന്റെ അപകടങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതെ, ഇതിന്റെ ഉള്ളില് അതായത് ഇത്രയും തണവുള്ള സമയത്ത് നമ്മളെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് കൗതുകരമായിട്ട് നമ്മുടെ നാട്ടിലല്ലാണ്ട് നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ, ഒരു ഇൻസിഡന്റ്. നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചിരുന്നത് ഏജ് കുറവുള്ള ആൾക്കാർ മാത്രമേ ട്രക്കിങ്ങിന് പോവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അമേരിക്കൻസ് അല്ലെങ്കിൽ മറ്റു ഫോറിനേഴ്സ് 70-80 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇത് ട്രക്കിങ്ങിന് വരിക. അപ്പൊ ഞാൻ ഈ 39 വയസ്സുള്ള ഞാൻ ഇത് നമ്മളവിടെ ശിശു. നമ്മളവിടെ ചെല്ലാന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിച്ചു ഇതൊക്കെ 20, 25, 30 വയസ്സുള്ളതൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുൾ സ്വത്ത് മുഴുവൻ അല്ലെങ്കിൽ അവരെ മുഴുവൻ എല്ലാം വിറ്റ് അവർ ഈ ട്രക്കിങ്ങിനും ഇതുപോലത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റി വെക്കുക. നമ്മുടെ ഇന്ത്യക്കാര് അതിൽ കുറച്ച് പിന്നോട്ടാ. നമ്മൾ ഫാമിലി, കുടുംബം അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വീടുകാരായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്നാമത് നേച്ചർ ബ്യൂട്ടിയാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല നേപ്പാളും ടാൻസാനിയ എന്ന് പറഞ്ഞാൽ നേച്ചറിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അതെനിക്ക് ആസ്വദിക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഇൻഫോർമേഷൻസ്, കുറെ ചെടികള്, മൗണ്ടൻസ്, നമ്മൾ പോകുന്ന വഴിയിൽ നിരവധി മൗണ്ടൻസിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നമുക്ക് ഈ മൗണ്ടൻസിനെ പറ്റി അവർ വിവരിച്ചു തരും. പിന്നെ എനിക്ക് എന്താ മെച്ചം വന്നു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹിന്ദി, ഞാൻ ഗൾഫിലായതുകൊണ്ട് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും അറിയാം, ഇംഗ്ലീഷും അത്യാവശ്യം അറിയാം. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റി, എല്ലാം അറിയാൻ പറ്റി. ഹിന്ദി അറിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹിന്ദി എല്ലാവർക്കും പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഈ നേപ്പാളികളെ പ്രത്യേകിച്ച് അവരുടെ ഭാഷ, നേപ്പാളി ഭാഷയും ഹിന്ദിയെ പറയുള്ളൂ. അപൂർവം ഗൈഡ്സോ ആൾക്കാരോ കമ്പനി സ്റ്റാഫാണ് ഇംഗ്ലീഷ് പറയുള്ളൂ. അപ്പൊ ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അല്ല, ഈ ജോബിൻ സംസാരിക്കണമെന്ന് ചോദിക്കുക, അവിടെ ഈ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കമ്പനി കൂടിയിരുന്നത്? ഹിന്ദിയിലാണോ? അപ്പൊ നമ്മൾ പൊതുവേ ഞാൻ അവരുടെ അടുത്ത് നമ്മൾ ഹിന്ദിയിൽ തന്നെ സംസാരിക്കും. അവർക്ക് ഹിന്ദിയാണ് ഇഷ്ടം. പിന്നെ നേപ്പാളികളെ പ്രത്യേകത വെച്ചാൽ അവർക്ക് ഇന്ത്യൻസിനെ നല്ല ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഈ ടാൻസാനിയയിൽ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻസിന് ഭയങ്കര റെസ്പെക്റ്റാണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ദൈവങ്ങളായിട്ടാണ് കാണുന്നത്. നമ്മൾ അത്രയും ഹൈ ക്വാളിറ്റി ലൈഫിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത്, നമ്മളിവിടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അവരൊക്കെ അവിടെ അത്രയും കഷ്ടപ്പെട്ടാണ് മൗണ്ടൻസിൽ ജീവിക്കുന്നത്. അത്ര മൗണ്ടനോട് പടവെട്ടി ഈ ചെറിയ പൈസ നമ്മളിവിടെ നിസ്സാര കാര്യം നമ്മൾ ഡെസ്പാവുക അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോവുക. അവിടെ അവർ ജീവിക്കുന്ന, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരെ താമസം. അപ്പൊ ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ ചെറിയ റൊട്ടി, ചെറിയ ഭക്ഷണങ്ങളാണ് അവർക്കുള്ളൂ. അവരതിൽ തന്നെ സംതൃപ്തിപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ ഞാൻ ഇത്രയും ട്രക്കിങ് ചെയ്തു, ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആവണം, അല്ലെങ്കിൽ എന്റെ മനസ്സിനോട് പറയണം ഞാൻ ഇത് അച്ചീവ് ചെയ്തു.